ഒരുപാട് യാത്രക്കാരുള്ള ഒരു ട്രെയിനിലേക്ക് ഒരു സ്ഥലത്ത് വെച്ച് ഒരു കൂട്ടം കൊള്ളക്കാർ ഇടിച്ചു കുത്തി കയറുകയാണ്. അവർ യാത്രക്കാരെ ഉപദ്രവിക്കാനും മോഷ്ടിക്കാനും അവരെ കൊല്ലാനും ഒക്കെ തുടങ്ങുകയാണ്. ആ യാത്രക്കാരുടെ കൂട്ടത്തിൽ നായകനുണ്ട്, നായകൻ്റെ കൂട്ടുകാരനുണ്ട്. ഇവർ രണ്ടുപേരും മിലിറ്ററിക്കാരാണ്. അതുപോലെ നായകൻ്റെ കാമുകിയുള്ള ഫാമിലിയും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ യാത്രക്കാരെ ഉപദ്രവിക്കുന്ന കണ്ട് ഈ നായകനും കൂട്ടുകാരനും കൊള്ളക്കാർക്കെതിരെ തിരിയുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാകുന്നു. അതിനിടയിൽ കൊള്ളക്കാർ പലരെയും കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നായകന് പേഴ്സണലായിട്ടൊരു ലോസ് ഉണ്ടാകുമ്പോൾ നായകൻ പിന്നെ ഒരു ആനിമലായിട്ട് മാറുകയാണ്. ഇൻ്റർവെൽ കഴിയുമ്പോൾ നായകൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഈ സിനിമയിൽ കാണുന്നത്. കില്ലെന്നാണ് സിനിമയുടെ പേര്. 2024 ഇറങ്ങിയ ഹിന്ദി സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിഖിൽ നാഗേഷ് ഭട്ട് എന്ന് പറയുന്ന ഡയറക്ടറാണ്. അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ലക്ഷ്യ എന്ന് പറയുന്ന ആക്ടറാണ്. സീരിയൽ ആക്ടറാണ്. ആളുടെ ഫസ്റ്റ് സിനിമയാണ്. ഒരു സൂപ്പർ ഒരു നല്ലൊരു ത്രില്ലർ ആക്ഷൻ മൂവിയാണ്. ഇത് കമ്പാരിസൺ വരുന്നത് റൈഡ് റിഡംഷനൊക്കെ ആയിട്ട് കമ്പാരിസൺ വരുന്നത് ഇന്തോനേഷ്യൻ സിനിമയായത്. പക്ഷേ ആ ഒരു ലെവലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലി നല്ലൊരു സിനിമാറ്റിക് ഫൈറ്റ്സൊക്കെയുള്ള ഈ ട്രെയിനിൽ വെച്ച് മാത്രമാണ് ഈ സിനിമ പോയിരിക്കുന്നത്. 99% സീക്വൻസുകളും ട്രെയിനിൽ തന്നെയാണ്. വെളിയിലുള്ള കുറച്ച് സീൻസൊക്കെ മാത്രമേ ഉള്ളൂ. അതുപോലെ വയലൻസ്, നല്ല രീതിയിൽ വയലൻസ് ഉള്ളൊരു സിനിമയാണ്. ഒരു ചെറിയൊരു പ്ലോട്ടിനെ വെച്ചിട്ട് ഇത്രയും നല്ലൊരു ആക്ഷൻ സിനിമ എടുത്തിട്ട് ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അതുപോലെ ജോൺ വിക്കിൻ്റെ ഡയറക്ടർ ഇതിൻ്റെ റൈറ്റ്സ് മേടിച്ചു എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ കേട്ടിരുന്നു. അതുപോലെ അതിനുള്ളൊരു സിനിമയുണ്ട്. ഹോളിവുഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ലെവലിൽ പോകാനുള്ളൊരു സിനിമയുണ്ട്. നല്ല രീതിയിലുള്ള ആക്ഷൻ കാര്യങ്ങളൊക്കെ, ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ജോൺ വിക്ക് പോലത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു നല്ല സിനിമയാണ്.